കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് പൈപ്പിന് ഇൻസ്റ്റലേഷൻ ഡൈനാമോ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് മൊത്തത്തിൽ പൈപ്പിന് എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇഫ് നോഡ് ഉപയോഗിച്ചിട്ട് ഇഫ് എന്ന് പറയുന്ന നോഡ് ഉപയോഗിച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഒരേ സമയം തന്നെ പല വ്യത്യസ്തങ്ങളായ തിക്നെസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രോണിക് സപ്ലൈക്ക് സപ്ലൈ പൈപ്പിന് കൊടുക്കുന്ന ഇൻസ്റ്റലേഷൻ ആയിരിക്കില്ല എപ്പോഴും റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ തിക്നെസ്സിൽ എങ്ങനെ പൈപ്പുകൾക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം, ഇഫ് നോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് തരം പൈപ്പുകൾ വരച്ചു വിട്ടിട്ടുണ്ട്, മോഡൽ ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ സിസ്റ്റം ടൈപ്പ് ഹൈഡ്രോണിക് റിട്ടേൺ ആണ്, മറ്റതിന്റെ സപ്ലൈ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇന്നത്തെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യും, പൈപ്പ് ഫിറ്റിങ്ങുകളും നമ്മൾ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്യും, സിസ്റ്റം ടൈപ്പ് വെച്ച് ഹൈഡ്രോണിക് സപ്ലൈ അല്ലെങ്കിൽ റിട്ടേൺ ഏതെങ്കിലും ഒന്നൊരു ഫിൽട്ടർ ചെയ്യും. അപ്പോൾ ഫിൽട്ടർ ചെയ്യുന്നതിന് ഒരു തിക്നെസ്, ഏതെങ്കിലും ഒരു തിക്നെസ്, ഫിൽട്ടർ ചെയ്യാത്ത മറ്റുള്ള ഐറ്റംസിന് നമ്മൾ വേറൊരു തിക്നെസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്ന ഡൈനാമോയുടെ സാരാംശം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡൈനാമോയിൽ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യാനായിട്ട് പതിവ് പോലെ തന്നെ സെലക്ഷൻ ടൂളിൽ കാറ്റഗറി, ഓൾ എലമെന്റ്സ് ഓഫ് കാറ്റഗറി, ഇത് രണ്ടും ഞാൻ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഒന്നില് പൈപ്പ്, മറ്റതിൽ പൈപ്പ് ഫിറ്റിംഗ്സ്. രണ്ടും കണക്ട് ചെയ്യുന്നു. ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും സെലക്ട് ആയി കാണും, പൈപ്പും പൈപ്പ് ഫിറ്റിംഗ്സും. ഇനി ഇതിന് രണ്ടിനും കൂടി നമ്മൾ ഒരു നോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. ആ നോഡ് ജോയിൻ ചെയ്യുന്ന നോഡിന്റെ പേരാണ് ലിസ്റ്റ് ഡോട്ട് ജോയിൻ എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് എത്ര ലിസ്റ്റ് വേണമെങ്കിലും നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ രണ്ട് ലിസ്റ്റ് 1ലേക്കും ലിസ്റ്റ് 2ലേക്കും ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ നമുക്കത് ജോയിന്റ് ആയി കിട്ടി. അത് സിംഗിൾ ലിസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിനെ പാരാമീറ്റർ വെച്ച് ഫിൽട്ടർ ചെയ്യുന്നു. അതിന് ഗെറ്റ് പാരാമീറ്റർ വാല്യൂ പൈൻ ചെയ്യും. ഇതിൽ നമ്മൾ എലമെന്റ് ഇതിൽ സെലക്ട് ചെയ്തു. ഇനി ഏത് സിസ്റ്റം ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, സിസ്റ്റം ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്ട്രിംഗ് എന്നുള്ള നോഡ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ മുന്നത്തെ ക്ലാസ്സുകൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടി തറാവാൻ വേണ്ടിയിട്ടും അത് പറയണമെന്ന് മാത്രം. സ്ട്രിംഗിൽ നമ്മൾ സിസ്റ്റം ടൈപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ കേസ് സെൻസിറ്റീവ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതല്ല. നമ്മൾ റൺ ചെയ്യുന്നു. എലമെന്റ് ടൈപ്പ്. ഇത് നമ്മൾ പേരുകൾ അറിയാൻ വേണ്ടിയിട്ട് എലമെന്റ് ടൈപ്പ് ഡോട്ട് നെയിം. നമ്മളിത് സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോണിക് സപ്ലൈ, ഹൈഡ്രോണിക് രണ്ട് സിസ്റ്റം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഫിൽട്ടർ ചെയ്ത് തന്നെ. ഇപ്പോൾ ഹൈഡ്രോണിക് റിട്ടേൺ, ഹൈഡ്രോണിക് സപ്ലൈ. ഇതിൽ നമ്മൾ ഹൈഡ്രോണിക് സപ്ലൈ ആണ് ആദ്യം ഫിൽട്ടർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈക്വൽ ടു നോഡ് വയ്ക്കുന്നു. ഇതിൽ നമ്മൾ മെയിൻ മൊത്തം ലിസ്റ്റ് എക്സിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ സ്ട്രിങ് ഏതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്, ഹൈഡ്രോണിക് സപ്ലൈ എന്ന് പറയുന്ന പൈപ്പാണ്, സിസ്റ്റം ടൈപ്പാണ്. അപ്പോൾ ഹൈഡ്രോണിക് സിസ്റ്റം സപ്ലൈ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസും എല്ലാം ഫോൾസാണ് വന്നിരിക്കുന്നത്. സപ്ലൈ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. HYD ഫോൾസും ട്രൂവും വന്നിരിക്കും. ഇനി നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് ബൂളൻ മാസ്ക് ആണ്. ഫിൽട്ടർ ബൂളൻ മാസ്ക്. ഫിൽട്ടർ ബൈ ബൂളൻ മാസ്ക് നമ്മൾ ഈ ട്രൂ ഓർ ഫോൾസ് നമ്മൾ മാസ്കിൽ കണക്ട് ചെയ്യുന്നു. പിന്നെ ഏത് എലമെന്റ്സിൽ നിന്നാണോ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത് അത് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു, ലിസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പിന്നേക്കായാലും കാണാൻ പറ്റും ഏതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിപ്പോ നമുക്ക് ഹൈഡ്രോണിക് സപ്ലൈ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടി. ഈ ഒരു നോഡ് ഞാൻ അവോയ്ഡ് ഇതിന് പകരമാണ് നമ്മൾ ഇഫ് നോഡ് വെക്കാൻ പോകുന്നത്. ഇഫ് നോഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫിൽട്ടർ ബൈ ബൂൾ മാസ്ക് എന്ന് പറയുന്ന നോഡ് വെച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇഫ് നോഡ് വെച്ചിട്ടാണ്. ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇതില് ടെസ്റ്റ് എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് ടെസ്റ്റിലേക്ക് നമ്മൾ ട്രൂ ഓർ ഫോൾസ്, ഇത് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരണം, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതാണ് ഇഫ് നോഡ് വെച്ച് ചെയ്യുന്നത്. ഇപ്പോ ട്രൂ ആണെങ്കിൽ എനിക്ക് തിക്നെസ് കൊടുക്കേണ്ടത്, അതായത് ഹൈഡ്രോണിക് സപ്ലൈ ആണെങ്കിൽ എനിക്ക് 2 ഇഞ്ചും ഹൈഡ്രോണിക് സപ്ലൈ അല്ല എങ്കിൽ അത് കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ എനിക്ക് 1 ഇഞ്ചുമാണ് തിക്നെസ് കൊടുക്കുന്നത്. അപ്പോൾ ട്രൂയിൽ 2 ഇഞ്ച് എന്നുള്ളത് ഞാൻ ട്രൂയിലേക്കും 1 ഇഞ്ച് എന്നുള്ളത് ഫോൾസിലേക്കും കണക്ട് ചെയ്യണം. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഹൈഡ്രോണിക് റിട്ടേൺ ആണെങ്കിൽ, ഹൈഡ്രോണിക് സപ്ലൈ ആണെങ്കിൽ ഇത് ട്രൂ കണ്ടീഷനും, ഹൈഡ്രോണിക് സപ്ലൈ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫോൾസ് കണ്ടീഷനും ആവണം. അപ്പോൾ ഹൈഡ്രോണിക് സപ്ലൈ ആണെങ്കിൽ ഇൻസുലേഷൻ 2 ഇഞ്ചും ഹൈഡ്രോണിക് സപ്ലൈ അല്ലെങ്കിൽ 1 ഇഞ്ചും കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇൻസുലേഷനുള്ള നോഡ് വെക്കുകയാണ്. ഇൻസുലേഷൻ ഇടാനായിട്ട് നമ്മുടെ ഇതിൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ബിൽട്ടൺ ആയിട്ടൊരു നോഡില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ MEP ഓവർ എന്ന് പറയുന്ന പാക്കേജിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിലാണ് ഈ ഇൻസുലേഷനുള്ള നോഡുള്ളത്. ആഡ് ഇൻസുലേഷൻ. അപ്പൊ ഇതില് നമ്മൾ എലമെന്റ്സ് ഇത് ടൈപ്പ് ഏതൊക്കെ എലമെന്റ്സിനാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. അതേതാണ്? ഇതാണ് നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് നമ്മൾ എലമെന്റ്സ് കൊടുക്കുന്നു. ഇൻസുലേഷൻ ടൈപ്പ് ഇനി നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. തിക്നെസ് നമ്മൾ ഈ റിസൾട്ടിൽ നിന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുള്ളതാണ്. നമ്മൾ എലമെന്റ് ടൈപ്പ് നമ്മൾ റിവിറ്റിൽ പോകുന്നു. റിവിറ്റിൽ സെലക്ഷൻ കാറ്റഗറി സെലക്ഷൻ അണ്ടറിൽ എലമെന്റ് ടൈപ്സ്, ഇതിൽ നമ്മൾ പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പ് പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പ്. ഇനി ഓൾ എലമെന്റ്സ് ഓഫ് ടൈപ്പ് എന്ന് പറയുമ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ട്. ഇത് നമ്മളിനി ഏത് ടൈപ്പ് ആണെന്നുള്ളത് തിരിച്ചറിയണം. അതിന് എലമെന്റ് ടൈപ്പ് ബൈ നെയിം, ഈ എലമെന്റ് ടൈപ്പ് ബൈ ഡോട്ട് നെയിം എന്നുള്ളത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ടൈപ്പ് കണക്ട് ചെയ്തു.
ഇപ്പം ഇന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം രണ്ട് തരം ഇൻസുലേഷൻ ടൈപ്പാണുള്ളത്. ഒന്ന് ഫൈബർ ഗ്ലാസും രണ്ട് PVC ജാക്കറ്റഡ് ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഫൈബർ ഗ്ലാസ് ആണ് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ആദ്യത്തെ 0 ഇൻഡെക്സിൽ ഇപ്പം ഇത് ഈ ലിസ്റ്റിൽ രണ്ട് ഐറ്റമാണുള്ളത്. ഒന്ന് ഇൻഡെക്സ് നമ്പർ 0, ഇൻഡെക്സ് നമ്പർ 1. ഇതിൽ ഇൻഡെക്സ് നമ്പർ 0 സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു A എന്ന് പറയുന്നത് വേരിയബിളും ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് നമ്പറുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്നു. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എലമെന്റ് ടൈപ്പ് 609742 ID ആയിട്ടുള്ള ആദ്യത്തെ എലമെന്റ് സെലക്ട് ചെയ്തു. ഇനി ഇത് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റ് പൂർത്തിയായി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാണ് അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കപ്പോൾ ഡയറക്റ്റ് കാണാം ഇൻസുലേഷൻ ടൈപ്പ് ഇൻസുലേഷൻ ആഡ് ആവുന്നത്. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ എററൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേഷൻ വരും. ഇൻസുലേഷൻ ആഡ് ആയിട്ടുണ്ട്. സപ്ലൈ റിട്ടേൺ. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ 1 ഇഞ്ചും 2 ഇഞ്ചും തന്നെയാണോ വന്നിരിക്കുന്നത്. ആദ്യത്തെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രോപ്പർട്ടീസിൽ ചെക്ക് ചെയ്യണം. സിസ്റ്റം ടൈപ്പ് ഹൈഡ്രോണിക് റിട്ടേൺ. നമ്മൾ കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് പ്രകാരം ഹൈഡ്രോണിക് സപ്ലൈ അല്ല എങ്കിൽ 1 ഇഞ്ചാണ് വരേണ്ടത്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസുലേഷൻ തിക്നെസ് 1 ഇഞ്ച്. ഇനി അടുത്ത സെറ്റ് ഓഫ് പൈപ്പുകൾ നമ്മൾ നോക്കുകയാണ്. ഇത് ഇൻസുലേഷൻ സിസ്റ്റം ടൈപ്പ് സപ്ലൈ ആണ്. ഹൈഡ്രോണിക് സപ്ലൈ സിസ്റ്റം ടൈപ്പ് താഴെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻസുലേഷൻ തിക്നെസ് 2 ആയിരിക്കണം. 2 ഇഞ്ച്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇൻസുലേഷൻ ആഡ് ചെയ്യാനാണ്. പൈപ്പുകൾക്ക് ഇൻസുലേഷൻ ആഡ് ചെയ്യാനാണ്. ഇൻസുലേഷൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ വ്യത്യസ്തങ്ങളായ സിസ്റ്റം ടൈപ്പിന് വ്യത്യസ്തങ്ങളായ തിക്നെസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ സ്ക്രിപ്റ്റിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് സെലക്ട് ചെയ്തു. അതിലുള്ള എല്ലാ എലമെന്റ്സും ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ എലമെന്റ്സും സെലക്ട് ചെയ്തു. അതിന് ശേഷം ലിസ്റ്റ് ഡോട്ട് ജോയിൻ എന്ന് പറയുന്ന നോഡ് ഉപയോഗിച്ച് രണ്ട് ലിസ്റ്റിനെയും സെപ്പറേറ്റ് ആയിരുന്ന രണ്ട് ലിസ്റ്റിനെയും, അതായത് പൈപ്പ് ഫിറ്റുകളെയും സിംഗിൾ ആയിട്ട് ജോയിൻ ചെയ്ത് സിംഗിൾ ലിസ്റ്റ് ആക്കി. അതിനുശേഷം സിസ്റ്റം ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ആ പൈപ്പുകളുടെ സിസ്റ്റം ടൈപ്പ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുത്തു. ആ സിസ്റ്റം ടൈപ്പ് പാരാമീറ്റർ നമ്മൾ എടുത്തു. രണ്ട് തരം പാരാമീറ്ററാണ് ഇതിൽ പൈപ്പുകളാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രോണിക് സപ്ലൈ, ഒന്ന് ഹൈഡ്രോണിക് റിട്ടേൺ. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ മോഡലിൽ അതിൽ വേറെ ഏതെങ്കിലും സിസ്റ്റം ഉപയോഗിച്ചിട്ട് സിസ്റ്റം ടൈപ്പ് ഉണ്ടായതുകൊണ്ടെങ്കിൽ അതും കൂടി ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ ഹൈഡ്രോണിക് സപ്ലൈ ഫിൽട്ടർ ചെയ്തെടുത്തു. അപ്പൊ ആ കണ്ടീഷൻ ആ ബൂളനിൽ ട്രൂ ഓർ ഫോൾസ്. ആ ട്രൂ ആണെങ്കിൽ ഇഫ് നോഡ് ഉപയോഗിച്ച് നമ്മൾ ട്രൂ ആണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് എന്നുള്ളതും, ഫോൾസ് ആണെങ്കിൽ 1 ഇഞ്ച് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ഇഫ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു. അതിൽ നമ്മൾ ആദ്യത്തെ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന ഇൻസുലേഷൻ ടൈപ്പാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇൻഡെക്സ് നമ്പർ 0 ഉപയോഗിച്ച് ആദ്യത്തെ ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്ന സിസ്റ്റം ടൈപ്പ് നമ്മൾ എടുത്തു. അത് ഇൻസുലേഷൻ ടൈപ്പിലേക്ക് കണക്ട് ചെയ്തു, റൺ ചെയ്തു. അപ്പോൾ ഇൻസുലേഷൻ ആഡ് ആയി. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.